താനാര ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച റിലീസായ മലയാള സിനിമയാണ്. ഞാൻ ഇന്നലെ തിങ്കളാഴ്ചയാണ് ഈ സിനിമ കണ്ടത്. കുറച്ച് വൈകിപ്പോയി. റാഫി ലെജൻഡറി റൈറ്റർ കം ഡയറക്ടർ, മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെയും ഒരു ഫേമസ് ഫിഗറായിട്ടുള്ള റാഫി എഴുതി ഹരിദാസ് സംവിധാനം ചെയ്ത സിനിമയാണിത്. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരു ടിപ്പിക്കൽ ഒരു ഓൾഡ് സ്കൂൾ കൈൻഡ് ഓഫ് സിനിമയാണ്. അതിപ്പം ഫ്രം ഇതിൻ്റെ റൈറ്റിംഗ് മുതൽ ടെക്നിക്കൽ സൈഡും പെർഫോമൻസുകളായാലും ശരി, മേക്കിംഗ് ആയാലും ശരി, പെർഫോമൻസുകളുടെ മീറ്റർ ആയാലും മേക്കിംഗ് ആയാലും ഒക്കെ ഒരു ഓൾഡ് സ്കൂൾ കൈൻഡ് ഓഫ്, അതായത് ഒരു കൺഫ്യൂസിങ് ജനറേറ്റിംഗ് കോമഡി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ജോണറിൽ വരുന്ന സിനിമയാണിത്. പഴയ ഭയങ്കര ഹിറ്റായിട്ട് ഒരുപാട് സിനിമകളുള്ള ഒരു ജോണറാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് അത്തരത്തിലുള്ള ജോണറൊക്കെ. എൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ അത് മനസ്സിലായി. 2 മണിക്കൂർ, കൃത്യം 2 മണിക്കൂറാണ് സിനിമയുടെ ഡ്യൂറേഷൻ. പെർഫെക്റ്റ് ഡ്യൂറേഷനാണ്. പിന്നെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അതിന് മുമ്പ് റാഫിയുടെ എഴുത്ത്, അതാണല്ലോ ഇതിൻ്റെ ഒരു അടിസ്ഥാനം. അതിനെപ്പറ്റി പറയാം. എനിക്ക് തോന്നുന്നത് റാഫി കുറേ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം കുറേ നാൾ മുമ്പ് എഴുതുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ കോവിഡിനൊക്കെ ശേഷം പുള്ളിക്ക് തന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പോൾ പുള്ളി സംവിധാനം ചെയ്യാതെ, എന്നാൽ അത് കളയാനും പറ്റത്തില്ല. കുറച്ച് പൈസയൊക്കെ കിട്ടുമല്ലോ ഒരു സിനിമ ആക്കി കഴിഞ്ഞാൽ. അപ്പം ബാക്കി ഡയറക്ടേഴ്സിനെ, അതും ഹരിദാസൊക്കെ പഴയ ഡയറക്ടറാണ്, അപ്പോൾ പഴയ ആൾക്കാരെ പിടിച്ച് കൊടുത്ത് അങ്ങനെ പുള്ളിക്കൊരു വർക്ക് ഓണാക്കാം. ആ സ്ക്രിപ്റ്റ് പോകത്തുമില്ല. അങ്ങനത്തെ ഒരു ഇതിൽ പുള്ളി ഇപ്പോൾ കളിക്കുന്ന കളിയാണെന്ന് തോന്നുന്നു. മറ്റേ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി, അത് ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. മെയിൽ ഇറങ്ങിയായിരുന്നു. റാഫി തന്നെ എഴുതിയ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ മോൻ നായകനായിട്ട് നാദൃശ സംവിധാനം ചെയ്ത സിനിമ. അത് വൻ കൂതറയായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അതിലും ബെറ്ററാണ് എന്തുകൊണ്ടും. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, മേക്കിംഗ് ഭയങ്കര ഓൾഡ് സ്കൂളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഇന്നത്തെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പക്ഷേ എനിക്കത് വലിയ പ്രശ്നമില്ല. പക്ഷേ സ്ക്രിപ്റ്റ് ഇതിൻ്റെ വീക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, റാഫിയുടെ അത് തന്നെയാണ് പ്രശ്നം. സ്ക്രിപ്റ്റ് വളരെ വീക്കാണ്. ആ ഒരു ജോണറിനെ കൊണ്ടുവരാനും ആ ഒരു പ്ലോട്ടും കൊള്ളാം. പക്ഷേ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഷോർട്ട് ഫിലിമിൽ തീർക്കാവുന്ന പ്ലോട്ടിനെയാണ് വലിച്ച് 2 മണിക്കൂർ ആക്കിയത്. അല്ലാതെ വേറെ അതിൻ്റെ അകത്ത് വേറൊരു സംഭവ വികാസം നടക്കുന്നില്ല, ക്ലൈമാക്സ് വരെയും. പിന്നെ മേക്കിങ്ങിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഹരിദാസ് ചെയ്തത്. കാരണം ഏറ്റവും അവസാനം, ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഏറ്റവും അവസാനം ഒരു കൊച്ച് ഡെലിവറി ആയി കഴിഞ്ഞ ഒരു കൊച്ചിനെ കാണിക്കുന്നുണ്ട്. ഒരു പാവയുടെ മുഖത്ത് പൗഡർ ഇട്ടിട്ട് കിടത്തിയതെന്ന് നമുക്ക് കണ്ടാൽ അറിയാം. പെർഫോമൻസാണ് ഈ സിനിമയെ കുറച്ചെങ്കിലും ലൈവ് ആകുന്നത്. ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ ഭയങ്കര ഫ്ലാറ്റ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് ക്ലൈമാക്സ് വരെ ഒരു അനക്കമൊക്കെ, അതായത് എല്ലാം വർക്കായെന്നല്ല, പക്ഷേ കോമഡികൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ വർക്കാവുന്നുണ്ടായിരുന്നു. അതിന് കാരണം പെർഫോമൻസ് മാത്രമാണ്. അതിപ്പോൾ ഷൈൻ ടോമൊക്കെ വൻ ഓവറാണ്. പുള്ളി ഒരു 100 സാധനം പറഞ്ഞാൽ അതിലൊരു 99 ഓവറാണ്. പക്ഷേ പുള്ളി അങ്ങനത്തെ ഒരു 1000 എണ്ണം പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി ഒരു 10 എണ്ണം അതിൽ വർക്കാവുന്നുണ്ട്. അതിലാണ് കോമഡി വരുന്നത്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ആയാലും പുള്ളി സാധാരണ ചെയ്യുന്നതിനേക്കാളും നല്ല ഓവറായിട്ടാണ് ചെയ്തത്. അതിലും ചിലതൊക്കെ വർക്കാവുന്നുണ്ട്. അങ്ങനെ പിന്നെ അജു വർഗീസ്, പുള്ളിക്കിപ്പം അറിയാമല്ലോ, നമുക്ക് ഇപ്പം എല്ലാ സിനിമകൾ അപ് ടു ഡേറ്റ് ആയിട്ട് കിടന്നവർക്ക് അജു വർഗീസിന് ഇപ്പോൾ വയ്യ. പഴയ പോലെ പുള്ളിക്ക് കോമഡി ചെയ്യാൻ ഒക്കുന്നില്ല. പിന്നെ നായികമാരിൽ ദീപ്തി സതിയും ജിന്നു ചാന്ദിനിയും ഒക്കെ കോമഡി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും നല്ല ഓവറായിട്ടാണ് തോന്നിയത്. ഇതെല്ലാം ഓവറാണ്. ആ ഓവറിൽ നിന്ന് ഈ നടന്മാർ, മെയിനായിട്ടുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണനെ ഷൈൻ ടോമിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കുറച്ച് കോമഡികൾ നമുക്ക് ചിരിക്കാൻ പറ്റും. അത് ഞാൻ പറയില്ല, ആദ്യത്തെ ഒരു 45 മിനിറ്റിന് ശേഷം അവസാനം വരെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായത് അടുപ്പിച്ചല്ല, പക്ഷേ നമ്മളൊന്ന് ബോറടിച്ചിരിക്കുമ്പോൾ പെട്ടെന്നൊരു സാധനം വരും. അങ്ങനെ ഒന്ന് ലൈവായിട്ടിരിക്കാൻ പറ്റും. അപ്പം അതാണ് ഈ സിനിമയെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ജോണർ ഇഷ്ടമാണ്, ഓൾഡ് സ്കൂൾ കോമഡി ഇഷ്ടമാണെങ്കിൽ OTT വന്നു കഴിയുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക. തിയേറ്ററിൽ പോയി കാണാനുള്ളതില്ല. പക്ഷേ അതല്ലാതെ ഇതെന്ത് ഉളപ്പടമാണ്, ഇതൊക്കെ പഴയ ടൈപ്പ് പടമല്ലേ എന്നൊക്കെ കരുതിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ സിനിമ നിങ്ങൾ കാണരുത്. അതായത് ഇപ്പോൾ റാഫിയുടെ സ്റ്റൈൽ ഓഫ് സിനിമ തന്നെയാണ്. അത് പഴയ സിനിമയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് ഈ സിനിമ നിങ്ങൾ കാണുകയേ ചെയ്യില്ല. എനിക്കത് ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ആഴ്ച ഇറങ്ങിയ പാലും പഴവും ഞാൻ കണ്ടില്ല. ഫുട്ടേജ് കണ്ടു, പിന്നെ ഹണ്ട് കണ്ടു. അതിന് രണ്ടിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഫുട്ടേജ് ഭയങ്കര പുതിയ ടൈപ്പ് ഓഫ് സിനിമയാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ കഥയൊന്നും ഒട്ടും വർക്കായില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ അതിനേക്കാളും, ഹണ്ട് പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് രണ്ടിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് താനാര തന്നെയാണ്. എന്ന് വെച്ച് ഇതൊരു നല്ല സിനിമയൊന്നുമല്ല, ഇതും ഒരു ബിലോ ആവറേജ് സിനിമ തന്നെയാണ്. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ റേറ്റിംഗ് 2/5 ആണ്.